നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസ് സീരീസിൽ ഒരു വെറൈറ്റി എഗ് മസാലയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. വളരെ ടേസ്റ്റിയായ ഒരു കറി. അപ്പോൾ എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. ഈ മുട്ട പുഴുങ്ങിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം തന്നെ പൊട്ടിയ മുട്ട പുഴുങ്ങാതിരിക്കുക. പിന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഡയറക്റ്റ് പുഴുങ്ങാതിരിക്കുക. കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം അതല്ലെങ്കിൽ വെള്ളത്തിലിട്ട് ഒന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം പുഴുങ്ങിയെടുക്കുക. പിന്നെ മുട്ട പാത്രത്തിലിട്ടതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മുട്ടയുടെ പാകത്തിന് അല്ലെങ്കിൽ മുട്ടയുടെ താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിക്കുക. കുക്കറിലായതുകൊണ്ട് ഞാൻ കുറച്ച് താഴെയാണ് വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. പിന്നെ തിളച്ച വെള്ളത്തിലേക്ക് മുട്ട ഇടാതിരിക്കുക. മുട്ട ക്രാക്ക് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ മുട്ട കുക്കായതിനു ശേഷം നമ്മൾ എടുത്ത് അതിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക്, ഫ്രിഡ്ജിലൊക്കെയുള്ള കോൾഡ് വാട്ടറിലേക്ക് ഇടുകയാണെങ്കിൽ ആ ഓവർ കുക്കിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് നിൽക്കും. പിന്നെ നമുക്ക് മുട്ട പൊട്ടാതിരിക്കാനായിട്ട് ഒന്നെങ്കിൽ വിനെഗർ അല്ലെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യും. ഞാനിവിടെ സോൾട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതൊന്ന് അടച്ചിട്ട് ഒരു വിസിൽ കൊടുത്തൊന്ന് മുട്ട വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും പുളിയില്ലാത്ത തക്കാളി നോക്കിയെടുക്കുക. ഇനി അതിലേക്ക് കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും ആഡ് ചെയ്യുന്നുണ്ട്. ഈ കൊറിയാണ്ടർ ലീവ്സും മിൻറ്റ് ലീവ്സും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആഡ് ചെയ്യാം. എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5 to 10 കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 10 കാഷ്യൂ നട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നല്ല മഷി പോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മുട്ടയൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുട്ട സ്ലൈസ് ചെയ്യാം. 2 ആയിട്ടോ 4 ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും സ്ലൈസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഹാർഡ് ബോയിൽഡ് എഗ്ഗാണ് നല്ലത്. ഹാർഡ് ബോയിൽഡ് എഗ്ഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ പോട്ടിലൊക്കെ ഇട്ടാണ് മുട്ട പുഴുങ്ങുന്നതെങ്കിൽ ആ വെള്ളം തിളച്ചതിന് ശേഷം ഒരു 12 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മൾ ആ മുട്ട ആ തിളച്ച വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ അതാണ് ഹാർഡ് ബോയിൽഡ്. പിന്നെ നിങ്ങൾക്ക് ഹാഫ് ബോയിൽഡ് മതിയെങ്കിൽ ഒരു 6 to 7 മിനിറ്റ്സ് ഒക്കെ മതി. നമ്മുടെ മുട്ട നമ്മളൊന്ന് സ്ലൈസ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഒരു പാനിലേക്ക് വെജിറ്റബിൾ ഓയിൽ 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു കുറച്ച് സിനമൺ സ്റ്റിക്കും 2 ഏലക്കയും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ പെരിഞ്ചീരകമാണ് ഇട്ടിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. നമ്മുടെ തീ കൂടാതിരിക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവോള തീരെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നന്നായിട്ട് ചോപ്പ് ചെയ്യാം. നമ്മുടെ ഈ സവോളയൊന്ന് ട്രാൻസ്പെറൻ്റ് ആകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ നമുക്കതിലേക്ക് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ജിഞ്ചർ പേസ്റ്റിൻ്റെയും ഗാർലിക് പേസ്റ്റിൻ്റെയും റോ സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്കൊരു 30 seconds to 1 minute അത് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന മസാലയിലെ നമ്മുടെ കൊറിയാണ്ടർ ഗ്രീൻ അതെല്ലാം ആ ഒരു ഗ്രീൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല പൗഡറൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 3/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പപ്പ്, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ. ഇനി അതിലേക്ക് ആഡ് ചെയ്യുന്നത് ചാട്ട് മസാലയാണ്. ഈ ചാട്ട് മസാല ആഡ് ചെയ്യുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ ചാട്ട് മസാല ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക് കിട്ടുന്നത്. ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ മസാല ഇടുന്ന സമയത്ത് എണ്ണയിലേക്ക് ഇടാതെ നമ്മൾ നേരത്തെ ഒഴിച്ച ആ മസാല ഉണ്ടല്ലോ, ഒരു ഗ്രീൻ മസാല, അതിൻ്റെ മേലേക്ക് വേണം ഈ പൊടികളെല്ലാം ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ തക്കാളിയും ആ ഒരു ഇലകളും ഒക്കെ ആ ലീവ്സും ഒക്കെ ഇനി ഒന്ന് നന്നായിട്ട് വേകണം. അതിനുവേണ്ടി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ.
ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറിയിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മസാല ആ ഒരു ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം വെള്ളം ആഡ് ചെയ്യാൻ. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ ഒരു 1.5 കപ്പ് വെള്ളം വരെ മാക്സിമം ചേർക്കാം. പിന്നെ ചേർക്കുമ്പോൾ വാം വാട്ടർ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നന്നായിട്ട് ബീറ്റ് ചെയ്തിരിക്കുന്ന യോഗട്ടാണ്. ഏത് യോഗട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് വേണമെങ്കിലും ആഡ് ചെയ്യാം. പക്ഷേ ഒട്ടും പുളിയുള്ളതാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാനിവിടെ ക്രംബറിയുടെ യോഗട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയും യോഗട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ഈ യോഗട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് ഭയങ്കര പുളിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെയാണ് നമ്മളെ ഒരു വെറൈറ്റി എഗ് മസാലയാണെന്ന് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ യോഗട്ട് ചേർത്തിട്ടുള്ള മുട്ടക്കറി അധികം നമ്മൾ നോർമലി നമ്മുടെ കേരളത്തിൽ അധികം കണ്ടിട്ടില്ല. അപ്പം നമുക്കതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ എണ്ണയെല്ലാം ഇവിടെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. മാക്സിമം ഒരു 10 to 20 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ കേട്ടോ. സാധാരണ മുട്ടക്കറി ഉണ്ടാക്കുന്ന പോലുള്ള അലുക്കുലുത്ത് അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നമ്മളെല്ലാം കൂടെ അരച്ച് അതൊന്ന് വേകുന്ന ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും ആ ഒരു എന്താ പറയുക എല്ലാത്തിൻ്റെയും കൂടി ഒരു നല്ല സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. ഇനി നമുക്കതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മുട്ട നമുക്ക് വളരെ ജെൻറ്റിലായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ തീരെ കനം കുറച്ചായിട്ടാണ് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കാൻ. ഇനി അതിലേക്ക് കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. ഈ കസൂരി മേത്തി ആഡ് ചെയ്യുന്നതും കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് അടച്ചു വെക്കുക. ആ കസൂരി മേത്തിയുടെ ആ ഒരു ടേസ്റ്റും ആ ഫ്ലേവറും ഒക്കെ ഒന്ന് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് കേട്ടോ അടച്ചു വെക്കാൻ പറയുന്നത്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കഴിക്കാനായിട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. റൈസിൻ്റെ കൂടെ കഴിക്കാം, ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ വട്ട റൈസിൻ്റെ കൂടെ കഴിക്കാം. എന്തിൻ്റെ കൂടെ കഴിച്ചാലും ടേസ്റ്റാണ്. പിന്നെ പൊറോട്ട, നാന്, പിന്നെ തന്തൂരി റൊട്ടി അതിൻ്റെയൊക്കെ കൂടെ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ ഈ കറി. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, നല്ല ക്രീമി നല്ല റിച്ച് ലുക്കിലാണ് നമ്മുടെ കറി ഇരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ പല രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ വളരെ വിരളമായിട്ട് ആയിരിക്കും ഉണ്ടാക്കി നോക്കുക. അതുകൊണ്ടാണ് ഒരു വെറൈറ്റി എഗ് മസാലയാണെന്ന് ഞാൻ പറഞ്ഞത്. ഒരു ടാങ്കി സേവറി ഫ്ലേവറൊക്കെയാണ് നമ്മുടെ ഈ കറിക്കുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നമ്മൾ മസാലയുടെ കാര്യം പറയുമ്പോഴത്തേക്കാണ് ആ മസാല പേസ്റ്റുള്ള ആ ഒരു ഫ്ലേവർ ഫുള്ളായിട്ട് കിട്ടാൻ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആ ഗ്രീൻ മസാല ഇട്ടതിന് ശേഷം ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് ഈ കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.